സ്കൂൾ ബസ് അപകടത്തിൽ 5ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത. നേതിയ എസ് രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരു നാടിന്റെ മുഴുവൻ നോവായി മാറുകയാണ് ഇപ്പോൾ നേദ്യ. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? തങ്ങളുടെ പ്രിയപ്പെട്ട നേതി അവസാനമായി കണ്ട് യാത്രയേക്കാനായി അവരുടെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, പ്രധാന അധ്യാപകരൊക്കെ തന്നെ സ്കൂളിലെത്തിയിരുന്നു. നേത്യ പഠിച്ച കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ അരമണിക്കൂർ നീണ്ടുനിന്ന പൊതുദർശനമാണ് ഉണ്ടായിരുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചത്. ആ സമയം നിറകണ്ണുകളോടെ വിങ്ങിപ്പൊട്ടിയാണ് അവൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അവരുടെ സുഹൃത്തുക്കൾ അവൾക്കൊപ്പം ഇന്നലെ ആ വാഹനത്തിൽ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നവർ. അങ്ങനെ സമൂഹത്തിൻ്റെ നാനായിടങ്ങളിൽ നിന്നും ആളുകൾ സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപകട കാരണം എന്ന പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട്. അപ്പം ഡ്രൈവർ ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന് സംശയമുണ്ട്. കാരണം 4:03 അപകടം നടക്കുന്നു. അതേ സമയത്ത് ഈ ഡ്രൈവർ നിസാമുദ്ദീൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുന്നു. അതുകൊണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തുള്ള പരിശോധനയും പോലീസ് നടത്തുന്നു. ഏതായാലും ദാരുണമായ അപകടമാണ് നടന്നത്. ഇതിലും അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് പ്രാഥമികമായി ഡ്രൈവറുടെ അശ്രദ്ധ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി ഫെലിക്സ്.